ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള 10th ലെവൽ പ്രിലിംസ് പരീക്ഷാ പരിശീലനമാണ്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര്? മാസ്റ്റർ റാൽഫിച്ച്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര്? മാസ്റ്റർ റാൽഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്? മാസ്റ്റർ റാൽഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്? മാസ്റ്റർ റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ ആദ്യമെത്തിയത് എവിടെയാണ്? ഗോവ. മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ ആദ്യമെത്തിയത് എവിടെയാണ്? ഗോവ. ഏതു കപ്പലിലാണ് റാൽഫിച്ച് ഇന്ത്യയിൽ എത്തിയത്? ദ ടൈഗർ. ഏതു കപ്പലിലാണ് റാൽഫിച്ച് ഇന്ത്യയിൽ എത്തിയത്? ദ ടൈഗർ. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ? ക്യാപ്റ്റൻ കീലിംഗ്. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ? ക്യാപ്റ്റൻ കീലിംഗ്. ക്യാപ്റ്റൻ കീലിംഗ് ആരുടെ കത്തുമായാണ് കേരളത്തിലെത്തിയത്? ജെയിംസ് ഒന്നാമൻ്റെ. ക്യാപ്റ്റൻ കീലിംഗ് ആരുടെ കത്തുമായാണ് കേരളത്തിലെത്തിയത്? ജെയിംസ് ഒന്നാമൻ്റെ. കേരളത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ആദ്യമെത്തിയ ഇംഗ്ലീഷ് നാവികൻ? കീലിംഗ്. കേരളത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ആദ്യമെത്തിയ ഇംഗ്ലീഷ് നാവികൻ? കീലിംഗ്. കീലിംഗ് കേരളത്തിൽ എത്തിയ വർഷം? 1615. കീലിംഗ് കേരളത്തിൽ എത്തിയ വർഷം? 1615. കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ കുരുമുളക് കയറ്റി അയച്ചതെന്ന്? 1636. കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ കുരുമുളക് കയറ്റി അയച്ചതെന്ന്? 1636. വടക്കേ മലബാറിൻ്റെ ആസ്ഥാനമായി ഏതു സ്ഥലമാണ് ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്തത്? തലശ്ശേരി. വടക്കേ മലബാറിൻ്റെ ആസ്ഥാനമായി ഏതു സ്ഥലമാണ് ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്തത്? തലശ്ശേരി. തെക്കേ മലബാറിൻ്റെ ആസ്ഥാനമായി ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്ത സ്ഥലം? ചെർപ്പുളശ്ശേരി. തെക്കേ മലബാറിൻ്റെ ആസ്ഥാനമായി ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്ത സ്ഥലം? ചെർപ്പുളശ്ശേരി. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ച സ്ഥലം? വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ച സ്ഥലം? വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ച വർഷം? 1644. ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ച വർഷം? 1644. ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഏതു കലാപത്തിലാണ് വധിക്കപ്പെട്ടത്? ആറ്റിങ്ങൽ കലാപം. ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഏതു കലാപത്തിലാണ് വധിക്കപ്പെട്ടത്? ആറ്റിങ്ങൽ കലാപം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ്? ആദിത്യവർമ്മ. നായകനില്ലാത്ത കലാപം എന്നറിയപ്പെടുന്നത്? ആറ്റിങ്ങൽ കലാപം. നായകനില്ലാത്ത കലാപം എന്നറിയപ്പെടുന്നത്?
ആറ്റിങ്ങൽ കലാപം. ഏതു കലാപത്തിൻ്റെ 300ാമത് വാർഷികമാണ് 2021 ആചരിച്ചത്? ആറ്റിങ്ങൽ കലാപം. ഏതു കലാപത്തിൻ്റെ 300ാമത് വാർഷികമാണ് 2021 ആചരിച്ചത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന ഭരണകേന്ദ്രം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന ഭരണകേന്ദ്രം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്? മാഹി. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്? മാഹി. തലശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശ ശക്തി? ബ്രിട്ടീഷുകാർ. തലശ്ശേരി കോട്ട നിർമ്മിച്ച വിദേശ ശക്തി? ബ്രിട്ടീഷുകാർ. മാഹിയിൽ ഫ്രഞ്ചുകാർക്ക് കോട്ട നിർമ്മിച്ച വർഷം? 1724. മാഹിയിൽ ഫ്രഞ്ചുകാർക്ക് കോട്ട നിർമ്മിച്ച വർഷം? 1724. ഫ്രഞ്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ മാഹിയുടെ അധികാരം പിടിച്ചെടുത്തത് എപ്പോൾ? 1761. ഫ്രഞ്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ മാഹിയുടെ അധികാരം പിടിച്ചെടുത്തത് എപ്പോൾ? 1761. ഇംഗ്ലീഷുകാർ മാഹി ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് സമാധാന ഉടമ്പടി. ഇംഗ്ലീഷുകാർ മാഹി ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് സമാധാന ഉടമ്പടി. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി? മാവേലിക്കര ഉടമ്പടി. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി? മാവേലിക്കര ഉടമ്പടി. കൊച്ചി ബ്രിട്ടീഷുകാരുടെ കൈവശമായ വർഷം? 1800. കൊച്ചി ബ്രിട്ടീഷുകാരുടെ കൈവശമായ വർഷം? 1800. മലബാർ മാന്യൽ എന്ന ഗ്രന്ഥം രചിച്ചത്? വില്യം ലോഗൻ. മലബാർ മാന്യൽ എന്ന ഗ്രന്ഥം രചിച്ചത്? വില്യം ലോഗൻ. വില്യം ലോഗൻ മലബാർ മാന്യൽ രചിച്ച വർഷം? 1887. വില്യം ലോഗൻ മലബാർ മാന്യൽ രചിച്ച വർഷം? 1887. ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ച സ്ഥലം? അഞ്ചുതെങ്ങ്. 1695. ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ച സ്ഥലം? അഞ്ചുതെങ്ങ്. 1695. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുമതി ലഭിച്ചത് ആരിൽ നിന്ന്? ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുമതി ലഭിച്ചത് ആരിൽ നിന്ന്? ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ദിവാൻ? കേണൽ മൺറോ. ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് ബ്ലൗസ് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ ദിവാൻ? കേണൽ മൺറോ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ്? അവിട്ടം തിരുനാൾ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ്? അവിട്ടം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിച്ചത് ആരുടെ കാലത്താണ്? കാർത്തിക തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി
ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിച്ചത് ആരുടെ കാലത്താണ്? കാർത്തിക തിരുനാൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം? അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം? അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിച്ച വർഷം? 1861. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിച്ച വർഷം? 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? ബേപ്പൂർ തിരൂര്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? ബേപ്പൂർ തിരൂര്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം? 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം? 1954. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത്? കേണൽ മൺറോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത്? കേണൽ മൺറോ. ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത്? ഡെൻമാർക്കുകാർ. ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത്? ഡെൻമാർക്കുകാർ. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി? ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തി? ഫ്രഞ്ചുകാർ. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി? ഡച്ചുകാർ. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി? ഡച്ചുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി? പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി? പോർച്ചുഗീസുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1602. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1616. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? 1664. ജോൺ കമ്പനി എന്നും ഇന്ത്യയിൽ കമ്പനി ബഹദൂർ എന്നും അറിയപ്പെട്ട കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ജോൺ കമ്പനി എന്നും ഇന്ത്യയിൽ കമ്പനി ബഹദൂർ എന്നും അറിയപ്പെട്ട കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഉണ്ടായ ഉടമ്പടി? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഉണ്ടായ ഉടമ്പടി? വേണാട് ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി? വേണാട് ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവച്ചത്? മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. വേണാട് ഉടമ്പടി ഒപ്പുവച്ചത്? മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ? കേണൽ മൺറോ.
തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന വിദേശി. കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന വിദേശി. കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന വിദേശി. കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന വിദേശി. കേണൽ മൺറോ. കുളച്ചൽ യുദ്ധം നടന്ന പ്രദേശം ഇപ്പോൾ ഏതു ജില്ലയിലാണ്? കന്യാകുമാരി, തമിഴ്നാട്ടിൽ. കുളച്ചൽ യുദ്ധം നടന്ന പ്രദേശം ഇപ്പോൾ ഏതു ജില്ലയിലാണ്? കന്യാകുമാരി, തമിഴ്നാട്ടിൽ. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ രാജാവ്? മാർത്താണ്ഡവർമ്മ. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ രാജാവ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ? ഡിലനോയ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട, തമിഴ്നാട്ടിൽ. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട, തമിഴ്നാട്ടിൽ. ബ്രിട്ടീഷുകാർ കൊട്ടിയോട്ട് രാജ എന്ന് വിളിച്ചിരുന്നത് ആരെ? പഴശ്ശിരാജയെ. ബ്രിട്ടീഷുകാർ കൊട്ടിയോട്ട് രാജ എന്ന് വിളിച്ചിരുന്നത് ആരെ? പഴശ്ശിരാജയെ. കൊച്ചിയിൽ ആദ്യമായി കാപ്പി കൃഷി തുടങ്ങിയ വിദേശികൾ? ഡച്ചുകാർ. കൊച്ചിയിൽ ആദ്യമായി കാപ്പി കൃഷി തുടങ്ങിയ വിദേശികൾ? ഡച്ചുകാർ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.